ചെയ്തവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ചുങ്കം മഹലിൽ കിഡ്നി മാറ്റിവെക്കൽ വേണ്ടി കൂരിക്കാട്ടിൽ സഫുവാൻ 18 വയസ്സ് 1,00,000 രൂപ നൽകുന്നു. ബഹുമാനപ്പെട്ട സയ്യിദവർകൾ സ്വീകരിക്കാൻ വേണ്ടി മഹല്ല് കമ്മിറ്റിയെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വയസ്സമ്പടി ക്ഷേത്ര ജീവനക്കാരൻ പ്രസാദ് പഴഞ്ചേരി വീട് നിർമ്മാണത്തിന് വേണ്ടി തങ്ങളുടെ അമ്പലത്തിൽ ചെയ്യുന്ന ആളാണ്. നമുക്ക് തോനെ കൊടുക്കണം. ഇപ്പൊ കുറച്ച് കൊടുത്തോളൂ. നമ്മളെന്ത് ചെയ്യും? അതിന്റെ ആളുകൾ സമർപ്പിതമാകുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മകന്റെ വീട് പണിക്ക് വേണ്ടി, വീട് നിർമ്മാണത്തിന് വേണ്ടി വയസ്സമ്പടിയിൽ നിന്നും വയസ്സമ്പടിക്കാൻ കുറിച്ച് മറക്കാൻ പറ്റില്ല. പുറത്തൊക്കെ ചെന്നൈ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു സ്നേഹമാണ്. റോഡൊക്കെ ഞാൻ പോകുമ്പോൾ റോഡൊക്കെ ബ്ലോക്ക് ഉണ്ടാവും. അവിടുത്തെ ഓട്ടോറിക്ഷക്കാരാണ് ഓരൊക്കെ എന്ത് ചെയ്യും? ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ റോഡൊക്കെ മാറ്റി ഒത്തിരി ജനങ്ങളാണ്. അള്ളാഹു വയസ്സമ്പടിക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒത്തിരി നല്ല സ്നേഹനിധികളായ ജനങ്ങളാണ് കേട്ടോ. അപ്പൊ ആ പേരിനാണ് അള്ളാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വടക്കാട് മഹല്ലിൽ നിബിധനത്തിനില്ലേ CM സെന്ററിന് വേണ്ടി നബിദിന പരിപാടിക്ക് വേണ്ടി തങ്ങളുടെ ഹദിയ കൊടക്കാട് മദ്രസയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ആമീൻ. എനിക്കെല്ലാവരും വേണം. എനിക്കെല്ലാവരും വേണം. കണ്ടോ ഇവരൊക്കെ എന്നോട് സ്വൈര്യം തരില്ല. ഞമ്മക്ക് എല്ലാ സംഘടനയുണ്ട്. AP ഉണ്ട്, EK ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൂടെ പറപ്പിങ്ങൾക്ക് ഈ പാവങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിബന്ധനത്തില്ലെന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ചെക്ക് 3ാമത്തെ ഈ മാസം എന്താ ചെയ്യാം? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് സഹോദരന്മാരെ വീഴ്ത്തായിരിക്കുന്നത് തേന് ആ ബക്കറ്റിലേക്ക് പോകാൻ പറയുന്നു. പിന്നെ എനിക്ക് ഇങ്ങോട്ട് പറയില്ല. എന്താ ഒറ്റക്കാറ്റ് പറയാൻ തോന്നുകയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരൊറ്റക്കാരുണ്ട് പറയാൻ. ഒറ്റക്കാർ ഓർമ്മ പറയല. ഈ പരിശുദ്ധമാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ വാക്കാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കണേ. റസൂലുള്ളാഹിന്റെ പേര് മൗലിദ് ഓതണം. റസൂലുള്ളാഹിന്റെ പേര് മക്കളെ ബഹുമാനിക്കണം. ശൈത്താൻ പല കോലത്തിലും വരും. ശൈത്താൻ പല കോലത്തിലും വരും. അതിലൊന്നും പെട്ടു പോകരുത്. അല്ലാഹു
നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, ഷെയർ ചാറ്റിലൂടെ, മറ്റുള്ള രീതിയിലൊക്കെ പല കോലത്തിലും അല്ലാഹു പടച്ചതാണോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തില് റസൂലുള്ളാഹിന്റെ ജനാസ മദീനത്തെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ആ മദീനയുടെ പള്ളിയിൽ മറവ് ചെയ്യുന്നത് വരെ റസൂലുള്ളാഹിനെ വട്ടമിട്ട് ശത്രുക്കൾ ആക്രമിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിനെ മക്കയിൽ നിന്ന് നാട്ടിലിട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിനെ തായിഫിൽ വെച്ച് കല്ലെറിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹിക്ക് സമാധാനം കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹിക്ക് സമാധാനം അല്ലാഹു കൊടുത്തിട്ടില്ല. ശത്രുക്കളെ കൊടുത്തിട്ടില്ല. 2 ലക്ഷത്തോളം നബിമാര് ദുനിയാവിലൊന്ന് പഠിച്ചിട്ടുണ്ട്. 2 ലക്ഷത്തിൽ പരം നബിമാരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി കരഞ്ഞതുപോലെ, റസൂലുള്ളാഹി പ്രയാസപ്പെട്ടതുപോലെ ഒരു നബിയും പ്രയാസപ്പെട്ടിട്ടില്ല. ചരിത്രങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. തങ്ങളെ കല്യാണത്തിന്റെ 25 വയസ്സ് പ്രായമായ റസൂലുള്ളാഹിനെ 40 വയസ്സുള്ള ഖദീജ കല്യാണം കഴിച്ച ചരിത്രമുണ്ട്. സമയമില്ല, പറയാൻ സമയമില്ല. റസൂലുള്ളാഹി ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി അസ്ർ നിസ്കാരം കഴിഞ്ഞാല് റസൂലുള്ളാഹി തങ്ങളെ മക്കത്തുണ്ടാവും. കുറെ അബൂജഹൽ, ഖുത്ബത്ത്, ഷൈബത്ത് അങ്ങനെ ഒരുപാട് ശത്രുക്കളുണ്ടാവും. റസൂലുള്ളാഹിനെ കുറ്റം പറയാൻ മാത്രം അല്ലാഹു പടച്ച കുറച്ച് ആൾക്കാർ. റസൂലുള്ളാഹി എത്രയേറെ വേദനിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ അറിയോ? റസൂലുള്ളാഹി തങ്ങളെ എത്രയേറെ വേദന അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചു പോകുമ്പോ ഖബറിന് വാപ്പി ഉണ്ടാവില്ല. യൂട്യൂബിൽ നമുക്കെതിരെ അല്ലാഹു പടച്ചതാണ് അവരെ. ആ ശറുല്ലാഹു യൂട്യൂബിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോശമായി പറയുന്നുണ്ട്, ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട്, ഷെയർ ചാറ്റിലൂടെ പറയുന്നുണ്ട്. അവര് പറഞ്ഞോട്ടെ, നമ്മൾ അതിൽ പെട്ടുപോകരുത്. നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ്. ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിൽ ആഖിറ. പാരത്രികമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ ഖബറാണ്. ഒരു വാപ്പി ഉണ്ടാവുന്ന ഖബർ. നമ്മൾ യൂട്യൂബിലൂടെ ഒരാൾ നമ്മളെ കുറ്റം പറയുമ്പോ, ചാറ്റിലൂടെ ഒരാൾ കുറ്റം പറയുമ്പോ അവൻ 5 പക്കത്ത് നിസ്കരിക്കാത്ത 5 മടങ്ങോടനും യൂട്യൂബിലൂടെ വന്നിട്ട് പറയാണ്. ഒരു പക്കത്ത് നിസ്കരിക്കൂല, കള്ള് കുടിച്ച് ബ്രഹ്മാടിയായി നടക്കുന്ന ഒരുത്തിന് യൂട്യൂബിൽ വന്നിട്ട് പറയും നൂറെ ഹബീബ് തങ്ങൾ കള്ളനാണ്. എത്ര പേര് നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ ഞാൻ അനുഭവിച്ച വേദന ലോകത്തൊരാളും അനുഭവിച്ചിട്ടുണ്ടോ? കാരണം നമ്മളെ മുക്കത്ത്, നിങ്ങൾ കേൾക്കുന്ന മുക്കത്ത് ഒരു തങ്ങളെ എന്തോ ഒരു പെണ്ണിന്റെ വിഷയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. കണ്ടോ? മുക്കത്ത് വെച്ചിട്ട് ഒരു തങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2-3 ആഴ്ച 3 ആഴ്ച ഉണ്ടാവും.